27-ാം ദിവസം വളരെ മനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു. പൊതുവേ ഹൗസ് ഉണരുമ്പോൾ തന്നെ പൊതുവേ കിച്ചണാണല്ലോ. അതായത് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുമ്പോൾ കിച്ചണാണ്. കിച്ചണിലാണ് അടി നടക്കുന്നത്. കിച്ചണിൽ അടി നടക്കുന്നതിനുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ 5-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നതുകൊണ്ട് 5 കണ്ടസ്റ്റൻ്റ് പുതിയതായിട്ട് ഹൗസിലേക്ക് വരികയുണ്ടായി. ഇതിൽ ആദ്യം വന്ന ഒരു താരമാണ് ലക്ഷ്മി. അപ്പോൾ ഓരോ ആളുകളും ബിഗ് ബോസ് പറയുന്നവർ ചെന്ന് അവരെ എതിരേറ്റുകൊണ്ട് വരണം. അങ്ങനെ ലക്ഷ്മി എതിരേൽക്കാൻ നിയോഗിച്ചത് നെവിനെയായിരുന്നു. അപ്പോൾ ഇനി പുതിയ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടും നെവിനെയാണ് തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് മത്സരിച്ചത് നെവിനും ബിന്നിയും ഫാത്തിമ റെനയും ആയിരുന്നു മത്സരിച്ചത്. അപ്പോൾ അതിൽ മത്സരത്തിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഓരോരുത്തരെയും കാല് പരസ്പരം കെട്ടിയിട്ടിട്ട് ബസർ ശബ്ദം കേൾക്കുമ്പോൾ കാല് കെട്ടഴിക്കണം. അപ്പോൾ ആദ്യം കെട്ടഴിച്ചത് നെവിനായിരുന്നു. അങ്ങനെ ആ ടാസ്കിൽ നെവിൻ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് 5 പേരും വന്നല്ലോ. അതായത് നൂറയും റെന ഫാത്തിമയും തമ്മിലുള്ള വഴക്ക്. റെന എല്ലാവരും ചെന്ന് എല്ലാവരെയും എന്ന് വെച്ചാൽ അവർക്കൊരു ടീമുണ്ട്. എന്നാലും അനുമോളെയൊക്കെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് റെന. പക്ഷേ നൂറയുടെ മുൻപിൽ റെനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സെറിലാക്ക് അമ്മായി എന്നാണ് നൂറ റെന ഫാത്തിമയെ വിളിച്ചത്. അതിനെ അവൾ തടഞ്ഞു. പക്ഷേ എങ്കിലും റെനയെ ഒതുക്കി കൊടുത്തു. ഇരിക്കടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ ഇരുത്തി. വളരെ നല്ല കാഴ്ചയ്ക്ക് കണ്ണിന് നല്ല രസമുള്ള ഒരു വഴക്ക് തന്നെയായിരുന്നു. അതായത് നൂറയും റെനയും തമ്മിൽ നടന്നത്. ജിഷിനൊക്കെ ഇത് നോക്കി നിന്ന് ആശ്ചര്യപ്പെടുകയാണ്. ജിഷിൻ അഭിനന്ദിച്ചു, ഇത്രയും നാൾ ഈ നൂറ എവിടെയായിരുന്നു? കാരണം 4 ആഴ്ചയും നൂറയുടെ ഒന്നും ശബ്ദമേ അവിടെ കേൾക്കാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള നൂറ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബുദ്ധി ഉപയോഗിച്ചാണ് അവർ കളിക്കുന്നത്. അവരുടെ സ്ട്രാറ്റജിയൊക്കെ അപ്പോൾ അവർ എടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ എന്ത് ചെയ്തു? റെന തോറ്റു. അവസാനം നൂറയോട് ഈ റെന മാപ്പ് പറഞ്ഞ് നൂറയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കെട്ടിപ്പിടിക്കുന്ന രംഗമാണ്. അപ്പോൾ ബിന്നിയാണ് അടുത്തിരിക്കുന്നത്, സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആദിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആദില ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നു, ബേബി എന്നാണല്ലോ നൂറയെ വിളിക്കുന്നത്, നമ്മൾ ഒരുപാട് പേരുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ വന്നത്, അവൾ കണ്ണുനീര് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവളോട്, അവർ തമ്മിലുള്ള ചർച്ചയാണ്, നമുക്ക് അവളോട് ക്ഷമിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടത് റിയലൈസ് ചെയ്യിക്കണമായിരുന്നു എന്നാണ് ആദില നൂറയോട് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു തർക്കമൊക്കെ നടന്നു. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ പിന്നെ അതുപോലെ തന്നെ അതായത് അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ലാലേട്ടൻ അവർക്കൊരു ശിക്ഷ കൊടുത്തിരുന്നു. എല്ലാ ദിവസവും 5 ദിവസത്തേക്ക് 2 മണിക്കൂർ വീതം അവർ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്ന്. അപ്പോൾ കണ്ടോ, ജയിലിൽ കിടക്കുകയാണ് അനുമോൾ. പക്ഷേ ഇതുവരെയും ജിസേൽ വന്നില്ല. കാരണം അവൾക്ക് എപ്പോഴും മേക്കപ്പാണ്. അപ്പോൾ ജിസേൽ വന്ന് അനുമോൾക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ പേരിലല്ലേ നമ്മൾ വഴക്കുണ്ടായതെന്നൊക്കെ പറയുന്നു അവർ. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് നല്ല തന്ത്രം, സ്ട്രാറ്റജീസ്, ഗെയിംസ് നല്ലതുപോലെ കളിക്കുന്ന ഒരാളാണ് അനുമോൾ. അപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് വേണ്ട എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവരെ കാണുവാൻ ആര്യൻ വരുന്നുണ്ട്. ആര്യൻ വന്നതൊന്നും അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് ജലസിയാണെന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ആര്യൻ. അനുമോളെന്ന് പറയുമ്പോൾ വിട്ടുകൊടുക്കാത്ത ഒരു താരമാണ് അനുമോൾ. അപ്പോൾ അത്രയും വരത്തില്ല. ജിസേൽ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയും എന്നേ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ നിന്ന് 2 മണിക്കൂർ കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലാലേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് 2 മണിക്കൂർ കഴിയുമ്പോൾ ജയിൽ ടാസ്ക് തീരും. അപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് അവർ ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെ മോചിപ്പിക്കുവാനായിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പാനിയാണ്. അപ്പോൾ അവരെ മോചിപ്പിച്ചു. അങ്ങനെ ഒക്കെ അരങ്ങേറിയ ഒരു ദിവസം തന്നെയായിരുന്നു 27-ാം ദിവസം. പുതിയ താരങ്ങൾ 5 പേര് വന്നു. അതുപോലെ തന്നെ
രേണുസുധിയെ ഒന്ന് ഇളക്കുവാനൊക്കെ ആയിട്ട് പുതിയ കണ്ടസ്റ്റൻ്റ് ശ്രമിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് പറയാം 27-ാം ദിവസം.